മുഅ്മിനീങ്ങളെ, കുറെ ദിവസമായി കുറെ ആളുകൾ ഈ സ്വപ്ന വ്യാഖ്യാനം ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞ് മറ്റു വീഡിയോസിലൊക്കെ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനമാക്കി കുറെ ആളുകൾ മെസ്സേജ് അയച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, അവർക്ക് അത്യാവശ്യമുള്ള മെസ്സേജ് അയച്ചവർക്കൊക്കെ അത്യാവശ്യമുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കാം, നമുക്ക് അറിയുന്നത് നോക്കി വെച്ചതൊക്കെ കൊടുക്കാന്ന്. അപ്പോ പ്രധാനപ്പെട്ട ഒരാൾ ചോദിച്ചിരുന്നു, ഒരു ആൺകുഞ്ഞ് ജനിച്ചാല് എന്താണ് വ്യാഖ്യാനം? ആൺകുഞ്ഞ് ജനിക്കുന്നതായി, ഒരു ആൺകുട്ടി ജനിക്കുന്നതായി സ്വപ്നം കണ്ടാൽ എന്താ വ്യാഖ്യാനം ചോദിച്ചു. അപ്പൊ നമ്മളെ വകയല്ല, മഹാനായ അബ്ദുൽ ഖനി നാബൽസി റഹിമഹുമുല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ അഹ്ലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായിട്ട് കാണാം, ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നതായി, ജനനം എന്ന് പറയുന്നത് മരണത്തെ സൂചിപ്പിക്കൂ എന്നതാണ്. പക്ഷേ ആൺകുഞ്ഞ് ജനിക്കുന്നതായി സ്വപ്നം കണ്ടാല് അവനക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അവനക്ക് വലിയ വലിയ പ്രയാസങ്ങൾ അകപ്പെടും. അതുപോലെ തന്നെ അവനക്ക് രോഗങ്ങൾക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടങ്ങേറാവും എന്നൊക്കെ കാണാം. അതിന്റെ നേരെ വിപരീതം ചിരിച്ചു നോക്കിയാൽ, പെൺകുഞ്ഞ് ഉണ്ടാവുകയാണെങ്കിൽ അവനക്ക് നല്ല സൗഭാഗ്യങ്ങൾ, അവൻ ആഗ്രഹിച്ച പല കാര്യങ്ങള് പൂർത്തിയാവുന്നതായും അവൻ ഉദ്ദേശിച്ച കാര്യം എളുപ്പത്തിലാവുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ചില ആളുകൾ ചോദിച്ചു, നായി കടിക്കാൻ വരുന്നുണ്ട് ഉസ്താദേ, എന്താ വ്യാഖ്യാനം? പക്ഷെ കടിക്കുന്നില്ല, നായി കടിക്കാൻ വരുന്ന പോലെ സ്വപ്നം തോന്നുന്നത്. അപ്പോ അതിന്റെ വ്യാഖ്യാന മഹാനവറുകൾ മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾ പറയുന്നുണ്ട്, കടിക്കാൻ വരിക എന്ന് പറഞ്ഞാല് നമ്മളെ ശകാരിക്കുന്ന, നമ്മളെ പരിഹാസപ്പെടുത്തുന്ന ആളുകള് നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നർത്ഥം. നമ്മളെ കളിയാക്കാൻ വരുന്ന ആളുകളെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നായി കടിക്കാൻ വരുന്നത് പോലെ തോന്നാം, പക്ഷെ പേടിച്ച് ഓടുന്നുണ്ട്, പക്ഷെ കടിക്കുന്നില്ല, കടിക്കാൻ എത്തുന്നില്ല. അപ്പൊ എന്താക്ക, അതിന്റെ വ്യാഖ്യാന മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? നമ്മളെ പരിഹാസപ്പെടുത്തുന്ന ജനങ്ങൾ പരിഹാസപ്പെടുത്തും നമ്മളെ. ജനങ്ങളങ്ങനെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും, തേനേ മാനേ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളങ്ങോട്ട് മാറി നിന്നാൽ നമ്മളെ പരിഹാസപ്പെടുത്തും, നമ്മളെ കളിയാക്കും, നമ്മളെ ശകാരിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓരോ ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന ആഗ്രഹമുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്താൽ മതി, ഏതിൽ കമന്റിൽ എഴുതി അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ ഉണ്ട് കിതാബ്, നോക്കുക, പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ മജ്‌ലിസിലും ഇരിക്കണം ഇൻഷാ അല്ലാഹ്, വ്യാഖ്യാനങ്ങളും നമുക്ക് പഠിക്കാം. അള്ളാഹു പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കുള്ളതായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.